ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ബ്ലോസം ചാപ്റ്റർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ചില കളറൊക്കെ നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്യുമ്പോൾ അത്രയും ഡാർക്ക് കളർ കിട്ടാറില്ല. ഇപ്പോൾ എസ്പെഷ്യലി റെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ബ്ലാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം ഒരു പിങ്കിഷ് പോലത്തെ അല്ലെങ്കിൽ ഒരു ലൈറ്റ് റെഡൊക്കെ കിട്ടുന്നല്ലാതെ ഭയങ്കര ഡാർക്ക് റെഡോ ആയാലും ബ്ലാക്ക് ആയാലും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതിനുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ബൗളിൽ ഒരു കുറച്ച് നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 ബൗളിൽ ഇങ്ങനെ ക്രീം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഷുഗറിൻ്റെയാണ് ഞാനിവിടെ റെഡ് കളർ ആഡ് ചെയ്യുന്നത്. ഷുഗറിൻ്റെ റെഡ് കളർ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ റെഡ് എത്ര തന്നെ നമുക്ക് ആഡ് ചെയ്യുമ്പോഴും ഒരു ലൈറ്റ് റെഡ് ആ ഒരു കളറാണ് കിട്ടുന്നുള്ളൂ. ഇപ്പം നമുക്ക് നോക്കാം, റെഡ് ആഡ് ചെയ്യുമ്പോഴും ഏകദേശം ഇതാ കണ്ടില്ലേ, ഈ ഒരു കളറ് നമുക്ക് കിട്ടാറുള്ളൂ. ഇപ്പം കൂടുതൽ വിപ്പിംഗ് ക്രീമിലൊക്കെ റെഡ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളറൊന്നും അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്ര ഒരു കളറ് നമുക്ക് സാധാരണ കിട്ടാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊന്ന് ബ്ലാക്കും ചെയ്ത് നോക്കാം കേട്ടോ. ബ്ലാക്ക് ഞാനിവിടെ കളർ മിസ്റ്റിൻ്റെ ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്കും ഇതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ആഷ് കളറ് ആ ഒരു ഷെയ്ഡാണ് കിട്ടാറ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കളറാണ് നമുക്കിപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ ആഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ ഓവർനൈറ്റ് വെച്ചിട്ടുള്ള ഒരു ക്രീമാണ്, ക്ലിംഗ് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ക്രീമാണ്. അത് നമുക്ക് എത്രത്തോളം സെറ്റായെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, റെഡ് കളർ ആഡ് ചെയ്തപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബ്ലാക്ക് ആയാലും അങ്ങനെ തന്നെയാണ്. ബ്ലാക്ക് നമുക്ക് നോക്കാം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നന്നായി നമുക്കത് സെറ്റായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട കേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ക്രീം കോട്ട് ചെയ്ത് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് മാറ്റിയിട്ട് കളർ ആഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാതും ക്രീം കോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ക്രീമും കളറൊക്കെ സെറ്റായിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം നല്ലോണം മെൽറ്റായതിന് ശേഷം എടുക്കുക, അല്ലെങ്കിൽ പാല്. അതേ പർപ്പസ് തന്നെയാണ് പാലിനും. അപ്പോൾ ഞാൻ 1 കപ്പിൽ വിപ്പിംഗ് ക്രീമും 1 കപ്പിൽ പാലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കളറ് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് 1 കപ്പിലോട്ട് ഞാൻ റെഡ് കളറ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ സെറ്റായി വെച്ചിരിക്കുന്ന, അതായത് ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ക്രീമിൽക്ക് ഈ ഒരു കളറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ കളറ് നന്നായി ചേഞ്ച് ആവണം നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ ആദ്യം കണ്ട റെഡ് കളറേ അല്ല, ക്രീം നന്നായി നല്ല ഡാർക്ക് റെഡായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതുപോലെ ചെയ്യണം. അപ്പോൾ പെട്ടെന്നൊക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട വല്ല കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിലൊക്കെ കുറച്ച് നേരം ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ വേഗം സെറ്റായി കിട്ടും. അല്ല നമുക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ ഉള്ള കേക്കാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഓവർനൈറ്റ് ഇതുപോലെ ക്രീം ബീറ്റ് ചെയ്ത് സെറ്റാക്കിയതിന് കളർ ആഡ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുക. പിറ്റേ ദിവസം കുറച്ച് മിൽക്കിൽ ഇതുപോലെ കാണിച്ചു തന്ന പോലെ കുറച്ച് പാലിലോ അല്ലെങ്കിൽ നല്ലോണം മെൽറ്റായ വിപ്പിംഗ് ക്രീമിലോ കളർ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ നല്ല ഡാർക്ക് കളറ് നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്കൊന്ന് ബ്ലാക്ക് ചെയ്ത് നോക്കാം. അത് ഞാൻ ക്രീമാണ് എടുത്തിരിക്കുന്നത്. ക്രീമിൽക്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ വേണം നമുക്ക് ക്രീമിലായാലും കിട്ടാൻ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി ബ്ലാക്ക് ഡാർക്ക് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് ക്രീമിലോട്ട് അപ്ലൈ ചെയ്യാണ്. ക്രീമിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട ക്രീമും ഇതും തമ്മിൽ ഇങ്ങനെ കളർ ആഡ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ മാക്സിമം, അല്ലെങ്കിൽ കൂടുതലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് ഒന്നുകൂടെ ഇതുപോലെ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് എടുത്തു വയ്ക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായി നല്ല ഡാർക്ക് കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതാ ഇവിടെ ഒരു ഫ്ലവർ റൊസറ്റ വരയ്ക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയും ഡാർക്ക് കളറ് റെഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് ടിപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ആയാലും ചെയ്തെടുക്കാം. എപ്പോഴും നല്ല ഡാർക്ക് കളറിൽ ഫ്ലവറൊക്കെ നിൽക്കുമ്പോഴാണ്, ഇപ്പോൾ റൊസറ്റ ആയാലും നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് കളർ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്കും ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറിൽ നമുക്ക് റെഡ് കളറ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബ്ലാക്ക് ആയാലും ബ്ലാക്കും നല്ല ഭംഗിയാണ്. ഇതാ കണ്ടില്ലേ, നല്ല ഡാർക്ക് ബ്ലാക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.